വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് പേര് നമ്മളോട് വിളിച്ച് ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ EMRS ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂള്. ഓക്കെ, അപ്പം ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂള് പലർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പം അറിയാനൊന്നുമില്ല. അത് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ്, ഓക്കെ, ദേശീയ പട്ടിക വികസന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഈ ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 700ഓളം സ്കൂളുകളുണ്ട്. അതിൽ 400-ൽ അധികം സ്കൂളുകളാണ് ഇപ്പം ഫുള്ളി ഫങ്ഷണലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ മിക്കപ്പോഴും എന്ത് ചെയ്യും, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, വേക്കൻസികൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേക്കൻസി റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ, നിങ്ങൾ തംബ്നെയിൽ എന്താണ് കണ്ടത് അതുപോലെ തന്നെ നമ്മുടെ NESTS എന്ന് പറയാം. NESTS എന്ന് വെച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്നാണ് കേട്ടോ. നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പം ഇത് ഇപ്പൊ സന്തോഷ വാർത്ത എന്നത് പറയുന്നത്, നിങ്ങൾ ഈ വാർത്ത വായിച്ച മനസ്സിലാവും. യൂണിയൻ ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് 440 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ EMRS in every block having more than 50% ST population and at least 20,000 tribal persons as per census 2011. ഓക്കെ, അതായത് ആ പോപ്പുലേഷന്റെ റേറ്റ് അല്ലെങ്കിൽ ഈ സ്കൂളുകളിൽ പഠിക്കുന്നതിനുള്ള കുട്ടികൾ കൂടിയത് കാരണം നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഏകദേശം 440 വിദ്യാലയം കൂടി ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പാർലമെന്റ് സമ്മേളനത്തിലെ മന്ത്രി പാസ്സാക്കിയ ഒരു കാര്യമാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഏകലവ്യയുടെ സ്കൂൾ വേക്കൻസിയും സ്കൂൾ ടീച്ചർ വേക്കൻസിയും വിളിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേന്ദ്ര വിദ്യാലയം കഴിഞ്ഞ NVS നവോദയ വിളിക്കും, അതിനോടൊപ്പം തന്നെ ഈ ഏകലവ്യം വിളിക്കും. അപ്പൊ ഉടനെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ പോകുന്നു. അപ്പൊ ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഏകലവ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ KVS കാണുന്നത് പോലെ NVS-നും EMRS-നും, ഏകലവ്യക്കും EMRS-നും PRT എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല. PRT എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല. റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ TGTയും അതുപോലെ PGTയുമാണുള്ളത്. ധാരാളം വേക്കൻസികൾ KVS-നേക്കാളും കൂടുതൽ അല്ലെങ്കിൽ LVS-നേക്കാളും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പൊസിഷൻ കൂടെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ 440 സ്കൂളുകൾ വീണ്ടും തുടങ്ങാൻ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവുകയും ചെയ്യും, ധാരാളം വേക്കൻസികൾ വരികയും ചെയ്യും. ഓക്കെ, അപ്പം ഇതിൽ ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൽ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്. അതായത് NVS-ലും ഏകലവ്യയിലും വരും. അതായത് നമ്മളെ സ്പെഷ്യൽ ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയുന്ന മലയാളംകാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം, എത്രത്തോളം വേക്കൻസി വരും എന്നുള്ള കാര്യവും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തരാം. അപ്പൊ ഇതിന്റെ സിലബസ് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മൾ KVS-ൽ പഠിക്കുന്ന പോലെ NVS-ൽ പഠിക്കുന്ന പോലുള്ള സിലബസ് തന്നെയാണ് EMRS-ൽ വരുന്ന സിലബസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ TGTയും PGTയും ഉള്ളതിന് ധാരാളം പോസ്റ്റ് ഉണ്ട്. അതിന്റെ രണ്ടിലെ, അതായത് KVS-നേക്കാളും NVS-നേക്കാളും കൂടുതൽ സാലറിയുമാണ് ഇവിടെ ലഭിക്കുന്നത്. അതാണ് EMRS-ൽ. ഓക്കെ, അപ്പം നിലവിൽ ഇവിടെ പറയുന്നുണ്ട്, അക്കോർഡിംഗ്ലി മിനിസ്ട്രി ഹാസ് സെറ്റ് ദ ടാർഗറ്റ് ടു സെറ്റ് അപ്പ് ടോട്ടൽ 728 EMRS benefiting around 3 lakh ST students across the country to ensure the quality of education and historic development for tribal students. Following facilities are being provided in EMRS. അപ്പൊ ഏകദേശം 728 പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സംവിധാനമാണ് ഈ സ്കൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പോവുക എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും
അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. കാരണം TGT മാത്രമേ ഇവിടെ എന്താവശ്യമുള്ളൂ, TGT അപ്ലൈ ചെയ്യുന്നതിന് മാത്രമേ CTET 2 ആവശ്യമുള്ളൂ. PGTക്ക് CTET വേണ്ട. PGT അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് CTET എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ വേണ്ട PGTക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ TGTക്ക് എന്തെല്ലാം പോസ്റ്റ് വിളിക്കുന്നു അതെല്ലാം തന്നെ PGTയും വിളിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ TGTക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിളിക്കുന്നത് പോലെ PGTക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിളിക്കും. അത് ഗേൾസ് ആൻഡ് വുമൺ ആൻഡ് മെൻ സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഓരോ പോസ്റ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ റെസിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ പെർക്ക് ഭയങ്കരമായ വ്യത്യാസമാണ്, മറ്റു സ്കൂളുകളെക്കാളും വ്യത്യാസമാണ്. ഓക്കെ, മറ്റു സ്കൂളുകൾ എന്ന് പറയുമ്പോൾ AESനെ പോലെയോ KVSനെ പോലെയോ NVSനെ പോലെ ആയിരിക്കത്തില്ല ഇതിന്റെ പെർക്ക് എന്ന് പറയുന്നത്. ഏകദേശം PGT ഒക്കെ 2 ലക്ഷത്തോളം സാലറി വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. TGT 1 ലക്ഷത്തിന് മുകളിൽ സാലറി വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട് സ്കൂളുകൾ. നിങ്ങൾക്ക് ഇതിന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ സ്കൂളുകളുടെ എണ്ണവും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ സിലബസ് കാര്യങ്ങൾ നമ്മുടെ KVSനെ പോലെ NVSനെ പോലെ തന്നെയാണ് സിലബസ് വരുന്നത്. അപ്പം അതിന്റെ രണ്ടിനും സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ KVSന്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത് സെപ്പറേറ്റ് EMRSന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ, സിലബസ് കാര്യങ്ങൾ, അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം ഈ KVSന് പഠിക്കുന്നവര് ഇതും കൂടി പഠിക്കാൻ ഉള്ള ഒരു സന്നദ്ധത കാണിക്കുക. കാരണം ധാരാളം വേക്കൻസികൾ വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ EMRS എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ KVS പഠിച്ച എക്സാം കഴിഞ്ഞ ഉടനെ ഇനി ഒരു എക്സാം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് മറന്നു പോകാത്ത രീതിയിൽ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതായത് KVS കഴിഞ്ഞാലും അല്ലെങ്കിൽ NVS കഴിഞ്ഞാലും ഒരു എക്സാം കൂടെ ഉണ്ട് എന്നുള്ള ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. TGTക്കാരും PGTക്കാരും എല്ലാത്തരം പോസ്റ്റുകളും, അതായത് KVS നമ്മൾ എന്തെല്ലാം പോസ്റ്റ് വിളിക്കുന്നു അതെല്ലാ പോസ്റ്റുകളും വിളിക്കും. പ്ലസ് ഞാൻ ഈ പറഞ്ഞതുപോലെ മലയാളം എന്ന് പറയുന്ന അത് KVSനും ഉണ്ട്. KVSനെ ഇപ്പൊ വിളിച്ചില്ല എന്നേ ഉള്ളൂ. ഓക്കെ, NVSനെ പോലെ KVSനെ പോലെ തന്നെ മലയാളം ഒരു പോസ്റ്റ് ഉണ്ട്. PGT ആണത് വിളിക്കുന്നത്. PGT MA ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. MA പ്ലസ് കേട്ടോ, MA മലയാളം പ്ലസ് B.Ed ആണ് അതിന് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്താണ്, എങ്ങനെയാണ് അതിന്റെ സിലബസ്, എങ്ങനെയാണ് പരീക്ഷ, എങ്ങനെയാണ് അതിന്റെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംവിധാനങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള അതായത് സ്പെഷ്യൽ തേർഡ് ലാംഗ്വേജ് ടീച്ചർ എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. എപ്പോഴും വേക്കൻസി വരാറുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങളോട് എനിക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ EMRSന് വേണ്ടിയിട്ട് തയ്യാറാകുക. EMRS ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയിട്ട് ബന്ധപ്പെട്ട വേക്കൻസി ഉടൻ തന്നെ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും നിങ്ങളിത് കാണുന്നവര്, ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ താഴെ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിന്റെ പെയ്ഡ് ഫ്രീ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് 7736 75 0473 നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. നമുക്ക് നിലവിൽ ഇപ്പൊ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് RRB ടീച്ചറിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസിന്റെ അഡ്മിഷൻ, അതുപോലെ തന്നെ HSA ജനറൽ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. LP UP ലോങ് ടേം. ഓക്കെ, LP UP ലോങ് ടേം അത് ഫ്രീ ബാച്ച് ആണ്. ബാക്കിയെല്ലാം 50% റിഡക്ഷനോടുകൂടി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. RRB ടീച്ചറിൻ്റെത് 599 ആണ്. നാച്ചുറൽ സയൻസ് 999, ജനറൽ ബാച്ച് 499 എന്ന് പറഞ്ഞ ഫീസാണ്. എല്ലാം 50% ഓഫറിലാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അതുപോലെ KVSന്റെയും NVSന്റെയും CTETന്റെയും ഒക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇതെല്ലാത്തിന്റെയും എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുവഴിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് EMRSനെ പറ്റി ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്,
വന്ദേ മാതരം.